ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയുടെ ഒരുപാട് കഥകൾ ഈ നാട്ടിൽ പ്രചരിക്കുന്നു. അതിനോടൊപ്പമാണ് വെട്ടിലക്കാരികളുടെ വേഷത്തിൽ ദേവിയും സംഘവും നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് പറയപ്പെടുന്നത്. മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കടപ്പുറ വില്ലേജിൽ പരുമല എന്നൊരു സ്ഥലമുണ്ട്. കടപ്പുറ ദേശത്തിന്റെ കിഴക്ക് വശം നദിയാണ്. ആ നദിയുടെ കിഴക്കേ കരയിൽ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തും അതിന്റെ പടിഞ്ഞാറ് അറ്റമാണ് നദീതീരത്ത് തന്നെ പശ്ചിമ അഭിമുഖമായി പരശുരാമന്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിവക്ഷേത്രവും ഉള്ളത്. ബ്രാഹ്മണർ അന്തിയുറങ്ങാത്ത ഒരു നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാം. ഇവിടെ കടപ്പുറ പ്രദേശത്ത് ത്രൈക്കൂർ അഥവാ ചിറവായിൽ എന്നൊരു കോവിലകമുണ്ട്. ദേശാധിപത്യവും നാടിവാഴ്ചയും ഉണ്ടായിരുന്ന കാലം. ആ കോയിക്കിലെ തമ്പുരാൻ പണ്ട് പരദേശത്ത് പോയി പനയന്നൂർ കാവിലെത്തി അവിടെ നിന്ന് ഭഗവതിയെ സേവിച്ചു പ്രതിഷ്ഠമാക്കി തന്റെ കുടുംബ പരദേവതയായി കുടിയിരിക്കുവാൻ തന്റെ ദേശത്തേക്ക് വരുവാൻ അപേക്ഷിച്ചു. അതിന് മറുപടിയായി ഭഗവതി പറഞ്ഞു, നിങ്ങൾ മുൻപേ പൊക്കോളൂ, ഞാൻ അവിടെ വരുന്ന സമയം എന്തെങ്കിലും അടയാളം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നെ അപ്പോൾ യഥാവിധി അവിടെ കുടയിരുത്തിയാൽ മതി. അങ്ങനെ കോയിത്തമ്പുരാൻ തിരിച്ചു പോരുന്നു. ഒരു വെള്ളിയാഴ്ച നാൾ അർദ്ധരാത്രി സമയം കിഴക്ക് നിന്ന് ഒരു വലിയ തീഗോളം ആകാശത്തിലൂടെ വരിയായി വന്നു ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു കരിമ്പനയുടെ മുകളിൽ അല്പനേരം ജ്വലിച്ചു നിന്നു. ഇത് തമ്പുരാൻ അറിഞ്ഞ് ഭഗവതിയുടെ വരവായി കണക്കാക്കി ശിവക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് പനയന്നാർക്കാവ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയുടെ ഒരുപാട് കഥകൾ ഈ നാട്ടിൽ പ്രചരിക്കുന്നു. അതിനോടൊപ്പമാണ് വെട്ടിലക്കാരികളുടെ വേഷത്തിൽ ദേവിയും സംഘവും നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് പറയപ്പെടുന്നത്. വെറ്റില കാളിയുടെ വേഷത്തിൽ വെറ്റിലക്കാരിയായി സംഘവും ദേവിയും സംഘവും സഞ്ചരിച്ചിരുന്ന സംഘം പല ബ്രാഹ്മണ കുടുംബങ്ങളിലും കയറിയിറങ്ങി. അതിൽ രാത്രിയായപ്പോൾ ഒരു ബ്രാഹ്മണ ഇല്ലത്ത് എത്തുകയും അവിടുത്തെ സ്ത്രീയോട് വൃദ്ധയോട് തനിക്ക് ആവശ്യമായ ഭക്ഷണം തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മകൻ പൂജയ്ക്കായി പുറത്തു പോയിരിക്കുകയാണെന്നും മകന് കഴിക്കാനുള്ള ഭക്ഷണമേ ഇവിടെ ഇരിപ്പുള്ളൂ എന്നും മനസ്സിലാക്കിയ ആ വൃദ്ധ അവിടെ ഇരുന്ന മലരും പഴവും ഈ വന്ന വെറ്റിലക്കാരികൾക്ക് നൽകി. അതിൽ സംതൃപ്തരാകാതിരുന്ന വെറ്റിലക്കാരികൾ ഞങ്ങൾക്ക് അത്താഴം തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വൃദ്ധ അവിടെ ഇരുന്ന മകന് കഴിക്കേണ്ടിരുന്ന ആഹാരത്തിന്റെ പകുതി കൊടുക്കുകയും പിന്നീടും ആവശ്യപ്പെട്ടതിന് ശേഷം പൂർണ്ണമായും ഇന്ന ആഹാരം വെറ്റിലക്കാരികൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് സംതൃപ്തയായ വെറ്റിലക്കാരി തന്റെ യഥാർത്ഥ രൂപം കാണിച്ച് ഞാൻ ദേവിയാണെന്നും ഞാൻ നിന്നിൽ സംതൃപ്തിയുണ്ടായിരിക്കുന്നു അറിയിക്കുകയും അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ഇല്ലങ്ങൾ എല്ലാം തീയരിച്ചു എന്നാണ് ഐതിഹ്യം. പരുമലയിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ഇല്ലങ്ങളെല്ലാം നശിച്ച് പോയതിന്റെ പിന്നിലെ കഥ ഇതാണെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ പനയന്നാർക്കാവിൽ പൂജ നടത്തിയിരുന്നത് അടികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹീന പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ വിഭാഗമാണ്. സാക്ഷാൽ ബ്രാഹ്മണർ ഇവിടെ പൂജ കർമ്മങ്ങൾ നടത്തിയാൽ ദേവിയുടെ ശക്തി വർദ്ധിക്കുകയും ചൈതന്യം വർദ്ധിക്കുകയും നാടിന് ആപത്തായി വരികയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനാലാണ് അടികൾ എന്ന പേരിൽ ജാതിയിൽ അറിയപ്പെടുന്ന ബ്രാഹ്മണരാണ് ഇവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്നത്. അതും ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. ഇത്തരം കഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യുക. വീണ്ടും കാണാം.